നമ്മൾ 14-15 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ ശുശ്രൂഷ നമ്മൾ ഓൺലൈൻ ആരംഭിച്ചു. പക്ഷേ അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ജൂൺ മാസത്തിൽ ഒരു പബ്ലിക് മീറ്റിങ്ങിലേക്ക് പോകണമെന്ന് കർത്താവ് പറയുന്നു. പിന്നെ അത് മാസം ആകണമെന്ന് പറയുന്നു. എല്ലാം കർത്താവ് തന്ന ദൂതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഹാലേലുയ, സ്തോത്രം 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 സ്തോത്രം, ഹാലേലുയ ഹാലേലുയ. നന്ദി നന്ദി കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. ഹാലേലുയ ഹാലേലുയ. മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യ ധനാത്മമാരി ഇന്ന് പകൽക്കാലം ഇവിടെ ഒഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലുയ. വഴിയട്ടെ പൈശാചിക ബന്ധനങ്ങൾ, അന്ധകാരാധിപതി ശക്തികൾ, പൈശാചിക പോരാട്ടങ്ങൾ എല്ലാം നിർവീര്യമാകുന്ന ആരാധന ദൈവത്തിൽ കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്. സർവശക്തനായ ദൈവമുള്ളതുകൊണ്ട് കൊട്ടി പാടാനേറെ കാരണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഉച്ചത്തിൽ പാടിക്കേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സന്തോഷത്തോടെ നന്ദി. വിളിച്ച ദൈവം സന്തോഷത്തോടെ സന്തോഷത്തോടെ പാടിക്കുന്നത്. ഒരു പുഴയോരു തള്ളിക്കളഞ്ഞു കുറ്റം മാത്രം പറഞ്ഞങ്ങ് രസിച്ചപ്പോഴും. ഹല്ലേലൂയ. ഒരു പുഴയോരു തള്ളിക്കളഞ്ഞു യേശുവേ നന്ദി. കുറ്റം മാത്രം പറഞ്ഞങ്ങ് രസിച്ചപ്പോഴും നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കും. നീ മാത്രമാണ്, നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ സന്തോഷത്തോടെ പാടിക്ക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ യേശുവേ നന്ദി. നന്ദി പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ കർത്താവേ ഈ ഉച്ച സമയത്ത് ഹല്ലേലൂയ കർത്താവേ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നതിന്റെ മക്കളോട് അവിടുന്ന് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ മനസ്സൊരുക്കത്തോടെ ആയിരിക്കുന്നവരെ ആത്മാവാണ്. ഇത് പിശാചാണ് ശരിക്കും അശുദ്ധി എന്ന് പറയുന്നത്. ഈ അശുദ്ധിയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് സാത്താൻ പ്രവേശിക്കുന്നു. ധാരാളം മേഖലയുടെ നമുക്ക് അശുദ്ധി ഉണ്ടാകാം. ഞാൻ പറഞ്ഞതുപോലെ ഓരോ ദിവസവും നമ്മൾ വിശുദ്ധീകരണത്തിലേക്ക് ദൈവസന്നിധിയിലേക്ക് എത്തേണ്ടത് വളരെ അത്യന്താപേക്ഷിത ഘടകമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്നു. നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഈ പറഞ്ഞ പല കാര്യം, ഇപ്പോൾ കണ്ണുകൊണ്ടാവട്ടെ, നാവ് കൊണ്ടാവട്ടെ, നമ്മുടെ ശരീരം, നമ്മുടെ കാതുകൾ കൊണ്ട് അശുദ്ധമായ ഒരു വീഡിയോ പോലും വീട്ടിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള എൻ്റെ പേഴ്സണൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കണ്ടിട്ടുള്ളത് ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് മെയിനായിട്ട് ഞാൻ കാണുന്നത്. ബിക്കോസ് എല്ലാവർക്കും റിലേഷൻഷിപ്പ് വേണം, ഇല്ലെങ്കിൽ എന്തോ ഒരു കുഴപ്പമുള്ളത് പോലെയാണ് നമ്മൾ കാണുന്നത്. അതിനാണെങ്കിൽ അതിനകത്ത് ഉള്ളവർ ലൈക്ക് അവർക്കാണെങ്കിൽ ചിലപ്പം എന്ത് പ്രീ മാരിറ്റൽ സെക്സ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പം ചെയ്യാനായിട്ട് അവർക്ക് കൂടുതൽ പ്രലോഭനങ്ങൾ വരാൻ സാധ്യത ഉണ്ട്. അത് ക്രിയാത്മകം ആൾക്കാർ കൊണ്ട് തന്നെ കഴിക്കാതിരിക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? കഴിച്ചാലോ കുഴപ്പമുണ്ടോ? അതിനെക്കുറിച്ച് ഇമോഷണലി ബുദ്ധിമുട്ടാവും. നമ്മുടെ ഒരു വലിയൊരു പാർട്ടായിരുന്ന ഒരാളാണ് പോകുന്നത്, അപ്പം ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ തെറ്റിലേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. ഈ
ഇമോഷണൽ സ്റ്റേറ്റ് തന്നെ ചേഞ്ച് ആവും. അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടായിക്കൊണ്ടേയിരിക്കും, വെറുതെ അടി ഉണ്ടാക്കും. ആ ഒരു ടെൻഷൻ വെച്ച് തന്നെ വീട്ടിലോട്ട് പോകും. സ്റ്റഡീസ് അത് ബാധിക്കും, അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ നല്ല രീതിയിൽ ബാധിക്കും. അവർക്കത് വിട്ടു പോകണമെന്നുമുണ്ട്, പക്ഷെ അതിൽ തന്നെ അവർ അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഇരിക്കും. റിലേഷൻഷിപ്പ് ഇല്ല എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ട് മറുപടി പറയാൻ അന്ന് നമുക്കറിയത്തില്ല. സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും ആ സമയത്ത് ഞാൻ പറയുന്നത് ഒരു ഡിവൈൻ സാധനമാണ്, ഒരു പ്യൂരിറ്റി ഉണ്ട്. അപ്പോൾ അതിലെന്താ പ്യൂരിറ്റി, അതിനെന്താ ഡിവിനിറ്റി? അപ്പോൾ അങ്ങനെ വാക്കുകളൊന്നും നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, പല സ്ഥലങ്ങളിലും ഇപ്പം നിങ്ങൾ ഒറ്റപ്പെടുന്ന ഒരു കാര്യം ഇതായിരിക്കും, നമുക്ക് വേറെ റിലേഷൻഷിപ്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ സൊസൈറ്റിയിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളല്ല, നിങ്ങളേതോ പഴഞ്ചൻ ആൾക്കാരാണ്. നിങ്ങൾ ബൈബിളിൽ വിശ്വസിക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ അല്ലേ എന്തോന്ന് ആ പഴഞ്ചൻ എന്നുള്ള വാക്ക് വരും അല്ലേ? അയ്യോ അറിയാമൊന്നും പറഞ്ഞില്ലല്ലോ. അച്ഛാ, ഞാൻ പഠിച്ചത് ലിബറൽ ആർട്സ് ഒരു ഇൻ്റർ ഡിസിപ്ലിനറി പ്രോഗ്രാമാണ്. അപ്പം ഞങ്ങൾക്ക് ക്ലാസ്സിൽ ഇപ്പം ലിറ്ററേച്ചറിൻ്റെ ബേസിൽ, പോപ്പ് കൾച്ചറിൻ്റെ ബേസിൽ, സൈക്കോളജിയുടെ ബേസിലൊക്കെ ഇതിനെപ്പറ്റി ഡിസ്കഷൻസ് വരും. അപ്പോൾ പ്രൊഫസേഴ്സ് ഉൾപ്പെടെ നമ്മുടെ അടുത്ത് പറയണത് അത് ഹ്യൂമൻ നേച്ചറാണ് ടു ഫൈൻഡ് എ മേറ്റ്. ഈവൻ പോളിഗമിയൊക്കെ മനുഷ്യരുടെ ഇടയിൽ ഭയങ്കര കോമൺ ആണ്. മാൻ ഇസ് ആൻ ആനിമൽ, ഭയങ്കര ഡിസ്കഷൻസ് ഒക്കെ പോകും. അപ്പം ഞാനൊക്കെ അതിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് എന്നെയൊക്കെ ഇങ്ങനെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളപ്പോൾ ഒരു റാഷണൽ ബീയിങ് അല്ല, നമ്മൾ സയൻറ്റിഫിക് തോട്ട് ഉള്ളവരല്ല, നമ്മുടെ സോഷ്യൽ കണ്ടീഷനിങ് ആണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നമ്മൾ കുട്ടികൾ അനുഭവിക്കുന്ന പ്രയാസം നമ്മൾ മാതാപിതാക്കൾ അറിയേണ്ടതാണ്. നമ്മുടെ നിങ്ങൾ ജീവിച്ച പോലെയൊന്നും അല്ല ഇന്നത്തെ പിള്ളേർ. ഒരു വിശുദ്ധരായി ജീവിക്കണമെങ്കിൽ അവൻ അനുഭവിക്കുന്ന പെയിൻ ഭയങ്കരമാണ്. ഒരു ക്ലാസ്സിനകത്ത് അവർ ഒറ്റപ്പെടും, അവർ കൂട്ടുകാർ അവരെ കളിയാക്കും. ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കുടിക്കാൻ തുടങ്ങും. ആ സീനിയേഴ്സ് തന്നെ കൊടുത്ത് പഠിപ്പിക്കും. ഇഷ്ടം ആഗ്രഹമുള്ളവരുണ്ടാവും, വീട്ടുകാർ സമ്മതിക്കും ഇല്ലേ, അവരുടെ ഇടയിൽ വിളിക്കൂല ഇല്ല. ഫസ്റ്റ് ഇയർ ഉണ്ടായിരുന്ന കൂട്ടിലുള്ള എല്ലാവരും കുടിക്കുന്നവരാ. അപ്പം ഞാൻ എന്നെ ഒഴിവാക്കി, പിന്നെ അവരവരുടേതായ പരിപാടിക്ക് പോയി. ഇത് ഇപ്പം തന്നെ റിലേഷൻഷിപ്പ് പ്രപ്പോസ് ചെയ്തിട്ട് നടക്കാത്തതുകൊണ്ട് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ച കുട്ടികൾ ഉണ്ട്. ഇപ്പം നമ്മൾ മനസ്സിലാക്കി എൻ ടൈമിൽ നമ്മളൊരു വിദ്യാർത്ഥി, ഒരു യുവാവിന് യുവതിയെ വിശുദ്ധിയിൽ നിർത്തുക എന്ന് പറയുന്നത് പ്രയാസമാണ്. ശരിയല്ലേ? ഇതിൽ വീഴാത്ത, പോൺ വീഡിയോസിൽ വീഴാത്ത, അനാവശ്യമായ ഗെയിമുകളിൽ വീണു പോകാത്ത, തിന്മ റിലേഷൻഷിപ്പിൽ വീണു പോകാത്ത വിശുദ്ധരായി നിൽക്കുന്ന കുട്ടികൾ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിനകത്ത് ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് പേടിക്കരുത്. അങ്ങനെയുള്ള പിള്ളേർ നിങ്ങളുടെ ചുറ്റുമുണ്ട്, അനേകമുണ്ട്. ബാലിന് മുട്ടുമടങ്ങാത്ത, മുഴങ്ങാനും മടക്കാത്ത, വിഗ്രഹത്തെ ചുംബിക്കാത്ത 7000 പേരെ ശേഷിപ്പിച്ചിരിക്കുന്നെന്ന് ദൈവം ഏലിയാവിനോട് പറയുന്നത് പോലെ അങ്ങനെയുള്ളവരുണ്ട്. ദൈവം ഞാൻ ഇതുപോലെ ഒരു മീറ്റിംഗിൽ വീണ്ടും അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഒത്തിരി നാൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. Roommate also, when I am studying in hostel, like living in hostel and studied in master degree, my roommate have to use something like a drug addicted. She's girl, but what I can do, when she is doing, she never asks me to come and join. That time to till yet, every time Jesus cover me. That's why I am coming to here. I believe that. ഈ ദൈവ സാന്നിധ്യം ഇപ്പോൾ ഈ ഹാളിനകത്തേക്ക് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. വിടുതലുകൾ സംഭവിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിടുതൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു. അല്ലേ? തൊടണമേ കർത്താവേ, നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കും. ഇരുട്ടിൻ്റെ ആധിപത്യങ്ങളെ, പൈശാചിക ബന്ധനങ്ങൾ എല്ലാം അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ബ്രേക്ക് ചെയ്ത് നിർവീര്യമാക്കി പ്രാർത്ഥിക്കുക. ധാരണം പരിശുദ്ധാത്മ നിറയണം. സ്പിരിറ്റ് ഓഫ് നോളജ് നിങ്ങളുടെ മേൽ വന്നു ചേരണം. യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. സന്തോഷത്തോടെ പാടിക്കേ. നാടീഞരമ്പുകൾ ജീവൻ പ്രാപിക്കാം. യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്കാം. നാടീഞരമ്പുകൾ ജീവൻ പ്രാപിക്കാം. യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്കാം. യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. എന്റെ ചിന്ത ജയം മാത്രം, എന്റെ ലക്ഷ്യം ജയം മാത്രം. എന്റെ ചിന്ത ജയം മാത്രം. ജയം മാത്രം. എന്റെ വാക്കും ജയം മാത്രം. ദൈവം നൽകും ജയം മാത്രം. സന്തോഷത്തോടെ പാട്. ജയം വരട്ടെ, ജയം വരട്ടെ, ജയം മാത്രം. എന്റെ കർത്താവ് തോൽപ്പിക്കുന്ന ദൈവമല്ല. നൽകും ജയം മാത്രം. ബന്ധങ്ങളെ ജീവൻ പ്രാപിക്കാം.
ബുദ്ധിശക്തിയെ ജീവൻ പ്രാപിക്കാം, ബന്ധങ്ങളെ ജീവൻ പ്രാപിക്കാം, ബുദ്ധിശക്തിയെ ജീവൻ പ്രാപിക്കാം, ധനസ്ഥിതിയെ ജീവൻ പ്രാപിക്കാം, യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്കാം, ധനസ്ഥിതിയെ ജീവൻ പ്രാപിക്കാം, യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്കാം, യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. സന്തോഷത്തോടെ എല്ലാ കെട്ടുകളും അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, ജയമാവട്ടെ. തോൽവിയില്ല, ഇനി തോൽവിയില്ല, തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. ദൈവം നൽകും ജയം മാത്രം. ശാപത്തിൻ മുഖമേ തകർന്നു പോകാം, ഞെരുക്കത്തിൻ മുഖമേ തകർന്നു പോകാം, ശാപത്തിൻ മുഖമേ തകർന്നു പോകാം, ഞെരുക്കത്തിൻ മുഖമേ തകർന്നു പോകാം, സംശയത്തിൻ മുഖമേ തകർന്നു പോകാം, യേശുവിൻ നാമത്തിൽ തകർന്നു പോകാം. എന്റെ ലക്ഷ്യം ജയം മാത്രം, എന്റെ ജയം മാത്രം, എന്റെ ലക്ഷ്യം ജയം മാത്രം, എന്റെ വാക്കും ജയം മാത്രം, ദൈവം നൽകും ജയം മാത്രം. ഇവിടെ നിൽക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. എൻ്റെ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. അങ്ങ് ഓരോ വ്യക്തികളുടെ ഇടയിൽ വരുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. അപ്പാ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. അവിടുന്ന് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി പറയുന്നു, അങ്ങയുടെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഹല്ലേലൂയ അപ്പാ, അവിടുന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ആകരണമേ അപ്പാ, അങ്ങയുടെ സ്നേഹം മാരി പോലെ ചൊരിയണമേ അപ്പാ. ഹല്ലേലൂയ യേശുവേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 19-20 വാക്യങ്ങൾ പരിശുദ്ധാത്മാവ് നിന്നോട് ആലോചനയായിട്ട് പറയുവാനായിട്ട് പറയുന്നു. ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവെട്ടം തരുന്നത് ചന്ദ്രനല്ല, യഹോവ നിനക്ക് നിത്യപ്രകാശമായിരിക്കും, നിന്റെ ദൈവം നിന്റെ തേജസ്സായിരിക്കുമെന്ന്. ഹല്ലേലൂയ. സൂര്യനെ നിന്റെ ജീവിതത്തിൽ അസ്തമിക്കത്തില്ല, നിന്റെ ചന്ദ്രൻ മാഞ്ഞു പോകത്തില്ല, യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കുമെന്ന്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ. പ്രിയമകളെ അനുഗ്രഹിക്കണമേ, പ്രിയമകളുടെ ഉദരം